നമ്മളെപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ, ഏത് ക്യാമറയാണ് നല്ലത്, ഏത് ക്യാമറയാണ് നല്ലത് എന്നുള്ളത്. അവരെ ഡൗട്ട് കൊണ്ട് ചോദിക്കുന്നതാണ്. അതിന് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, നമ്മളെ കാറിൻ്റെ ബ്രാൻഡുകൾ എടുക്കുക. BMW, ബെൻസ്, ഓഡി. അതിലേതാണ് നല്ലത് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും പറയാനുണ്ടോ? എല്ലാം നല്ല തന്നെയാണ്. അപ്പോൾ അതല്ലാതെ ഇഷ്ടംപോലെ കമ്പനികൾ വേറെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ക്യാമറ ബ്രാൻഡുകൾ. ഏറ്റവും ലീഡിങ് ആയിട്ട് കൂടുതൽ നമ്മൾ കേൾക്കുന്നത് സോണി, നിക്കോൺ, കെനോൺ, ഫുജി ഉണ്ട്, പാനാസോണിക് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്, വേറെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ കൺഫ്യൂഷൻ വരിക ഈ സോണി വേണോ, കെനോൺ വേണോ, നിക്കോൺ വേണോ എന്ന് വെച്ചിട്ടാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. അപ്പോൾ അതിലും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കറൻ്റ്ലി സോണി ഓവർ പ്രൈസ്ഡ് ആണ്. ആപ്പിൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സോണി ചെയ്യുന്നത്. അതായത് ഓവർ പ്രൈസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് കുറച്ചിക്കുക. അപ്പോൾ ഈ കെനോൺ അതേപോലെ നിക്കോണിലുള്ള അതിനെക്കാട്ടിയും ഫെസിലിറ്റീസ് കുറച്ചിട്ട് സോണി മാർക്കറ്റ് ചെയ്യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പേരാണ് ഇപ്പോൾ സോണിക്ക്. അത് നമ്മളെപ്പോലത്തെ കുറച്ച് യൂസേഴ്സാണ് അതിനെ ബുദ്ധിമുട്ടാക്കുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അൺവാണ്ടഡായിട്ട്. ഏത് മോഡൽ ഇറങ്ങിയാലും നമ്മളത് ഓടിപ്പോയി വാങ്ങി സോണി എന്നുള്ള ബ്രാൻഡ് കണ്ടിട്ട്. അപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ ഫെസിലിറ്റീസ്, കൂടുതൽ ഓപ്ഷൻസ് കെനോണിലും നിക്കോണിലും ഇപ്പോൾ കറൻ്റ് ഉണ്ട്. അപ്പോൾ വാങ്ങുന്നവർ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം. വെറുതെ സോഷ്യൽ മീഡിയയിൽ സോണിനെ പറ്റിയിട്ട് തള്ളി മറക്കുന്നത് കേട്ടിട്ട് വാങ്ങാതിരിക്കുക. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങളത് നോക്കിയിട്ട് വാങ്ങാം. ഏത് ബ്രാൻഡാണ് നല്ലത് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അത് നോക്കിയിട്ട് വാങ്ങേണ്ടത്. നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് വാങ്ങേണ്ടത്. ഓക്കെ, സോണി അല്ലാതെയും നല്ല ബ്രാൻഡുകളുണ്ട്. അത് നോക്കുക, വാങ്ങുക.